ഒരു DNA ഇഷ്യൂവിനെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച പോകണമെന്നൊക്കെ കണ്ടു. ഈ പാരമ്പര്യമായിട്ട് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടൊരു സമൂഹത്തിൻ്റെ ഇടയിൽ അപ്പോൾ ഈ പഠനം വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ പൊതുജീവിത ശൈലിക്കകത്തില്ലാത്തൊരു കാര്യമാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഇവിടെ പിള്ളേർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സാധനമേ. അപ്പോൾ അതിൽ പറഞ്ഞൊരു വാക്ക് മാത്രം എടുത്തിട്ട് അതിനെ ഒരുപാട് ആഘോഷിക്കലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു ഞാൻ. ഇത് കേരളത്തിൽ പഠിച്ച് മെറിറ്റിൽ വന്നിരിക്കുന്ന പിള്ളേരുടെ അടുത്ത് പോലും റിസർവേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ ഇവിടെ എത്തിയത് എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തിനടുത്ത് എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പോൾ എനിക്കത് ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതാണ് പറഞ്ഞത്. അതിൽ DNA വിഷയത്തിൽ തന്നെ പ്രധാനമായിട്ടും പറയുന്നത് പഠിച്ചു വളരെ ഉയരങ്ങളിൽ പല ആളുകളും എത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു ജാതീയമായ വേർതിരിവില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? ഇവിടെ റിസർവേഷൻ ഉപയോഗിച്ച് പഠിച്ചു വരുന്ന പിള്ളേരുടെ അടുത്ത് പറയുന്നത് റിസർവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവരുടെ എത്തിപ്പെട്ടതെന്നാണ്. അത് തന്നെ വലിയ ജാതീയത വലിയൊരു സാധനമാണ് അത്. അപ്പോൾ അതങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതങ്ങനെയല്ല. ഇപ്പം എങ്ങനെയാണ് ഈ സമൂഹത്തിനോട് എങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് റിസർവേഷൻ്റെ മൂല്യവും അത് എന്തളവിലാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമൊന്നും ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അവരുടെ അറിവില്ലായ്മയ്ക്ക് എത്താതെ ഇത് വെച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു സമൂഹത്തിനോട് ഇത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക നമുക്ക്?